ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജി ടോക്ക് വിഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു സെന്റൻസ് എന്താണ്, സെന്റൻസിന്റെ ഡിഫറെന്റ് പാർട്സ് എന്താണെന്നാണ്. വാട്ട് ഈസ് എ സെന്റൻസ്? ഇൻ ഇംഗ്ലീഷ് എ സെന്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് എക്സ്പ്രസ് എ കംപ്ലീറ്റ് തോട്ട്. അതായത് ഇംഗ്ലീഷിൽ ഒരു സെന്റൻസ് എന്ന് പറഞ്ഞാൽ കുറേ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. അത് നമ്മുടെ ഒരു തോട്ടെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു സെന്റൻസിനകത്ത്, അതായത് ഒരു സെന്റൻസ് ഫോം ചെയ്യുമ്പോൾ അതിൽ നൗൺസ് ഉണ്ടാവാം, വെർബ്സ് ഉണ്ടാവാം, അഡ്ജക്റ്റീവ്സ് ഉണ്ടാവാം, ആർട്ടിക്കിൾസ് ഉണ്ടാവാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവാം. ഇനി നമുക്ക് നൗൺ എന്താണെന്ന് നോക്കാം. Nouns are words that name people, places, things or ideas. അതായത് നൗൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലേസിന്റെ, പീപ്പിളിന്റെ, തിങ്സിന്റെ, ഐഡിയാസിന്റെ ഒക്കെ പേരുകളാകാം. ഫോർ എക്സാമ്പിൾ ഡോഗ്, സ്കൂൾ ഓർ ഹാപ്പിനെസ്. ദ ഡോഗ് ഈസ് റണ്ണിങ്. നായ ഓടുകയാണ്. മൈ ഫ്രണ്ട് ഈസ് കമ്മിങ്. എൻ്റെ ഫ്രണ്ട് വരികയാണ്. നെക്സ്റ്റ് വൺ പ്രൊനൗൺസ്. പ്രൊനൗൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൗൺസ് ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിരക്തി ഉണ്ട്, അത് ഒഴിവാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺസ്. ഫോർ എക്സാമ്പിൾ ഐ, ഈറ്റ് ഓർ ഷീ. ഹി ഈസ് മൈ ഫ്രണ്ട്. അവൻ എൻ്റെ സുഹൃത്താണ്. ഷീ ഈസ് എ ടീച്ചർ. അവൾ ഒരു ടീച്ചറാണ്. വെർബ്സ്. വെർബ്സ് ആർ ആക്ഷൻ വേർഡ്സ് ഓർ സ്റ്റേറ്റ് ഓഫ് ബീയിങ് വേർഡ്സ്. അതായത് വെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. ഫോർ എക്സാമ്പിൾ റൺ, ഈറ്റ് ഓർ ഈസ്. ഐ റൺ എവറി ഡേ. ഞാൻ എല്ലാ ദിവസവും ഓടാറുണ്ട്. ഷീ ഈസ് ഹാപ്പി. അവൾ ഹാപ്പിയാണ്. അതായത് ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ്. അഡ്ജക്റ്റീവ്സ്. അഡ്ജക്റ്റീവ്സ് ഡിസ്ക്രൈബ് നൗൺസ്. അതായത് നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ്സ്. ഫോർ എക്സാമ്പിൾ ബിഗ്, സ്മോൾ, ഹാപ്പി ഓർ ബ്ലൂ. ദ ബിഗ് ഡോഗ് ഈസ് ബാർക്കിംഗ്. അതായത് വലിയ പട്ടി കുരയ്ക്കുകയാണ്. സാധാരണ നമ്മൾ പട്ടി കുരയ്ക്കാന്ന് പറയും, അത് എങ്ങനെയുള്ള പട്ടി? വലിയ പട്ടി. അപ്പൊ ബിഗ് ആണ് ഇവിടെ അഡ്ജക്റ്റീവ്. ഷീ ഈസ് സ്മാർട്ട്. അവൾ സ്മാർട്ടാണ്. Adverbs. Adverbs describe or modify verbs, adjectives or other adverbs. Adverbs യൂസ് ചെയ്യണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബ്സിനെ, അഡ്ജക്റ്റീവ്സിനെ അല്ലെങ്കിൽ മറ്റുള്ള adverbsനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് adverbs യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ക്വിക്ക്ലി, വെരി, യെസ്റ്റർഡേ, അങ്ങനെ കുറേ ഉണ്ട്. ഹി റൺസ് ക്വിക്ക്ലി. അവൻ വേഗത്തിൽ ഓടുകയാണ്. ഹി റൺസ് ക്വിക്ക്ലി. അവൻ വേഗത്തിൽ ഓടാറുണ്ട്. ഷീ ഈസ് എക്സ്ട്രീംലി സ്മാർട്ട്. അവൾ ഭയങ്കര സ്മാർട്ടാണ്. Prepositions. Prepositions shows relationship between nouns and other words in a sentence. അതായത് ഒരു സെന്റൻസിനകത്ത് നൗൺസും മറ്റു വേർഡുകളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഓൺ, ഇൻ, അണ്ടർ ഓർ നെക്സ്റ്റ് ടു. ദ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. അതായത് പൂച്ച ടേബിളിന്റെ മുകളിലാണ്. ഷീ ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. അവൾ ഇവിടെ ഇരിക്കുന്ന മരത്തിന്റെ ചോട്ടിൽ. ഓക്സിലറി വെർബ്സ്, ഓൾസോ നോൺ ആസ് ഹെൽപ്പിംഗ് വെർബ്സ്. ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. ആം, ഈസ്, ഹാവ്, ആൻഡ് വിൽ, അങ്ങനെ കുറെ ഉണ്ട്. ഐ ആം റണ്ണിങ്. ഞാൻ ഓടുകയാണ്. ഹി ഹാസ് ഈറ്റൻ ലഞ്ച്. അവൾ ലഞ്ച് കഴിച്ചിട്ടുണ്ട്. കൺജങ്ഷൻസ്. കൺജങ്ഷൻസ് ജോയിൻ വേർഡ്സ്, ഫ്രേസസ്, ക്ലോസ്. അതായത് വേർഡ്സിനെ അല്ലെങ്കിൽ ഫ്രേസസിനെ, ക്ലോസിനൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കൺജങ്ഷൻ. ഫോർ എക്സാമ്പിൾ ബട്ട്, ആൻഡ്. ഐ വാണ്ട് ടു പ്ലേ ആൻഡ് റീഡ്. എനിക്ക് കളിക്കുകയും വായിക്കുകയും വേണം. ഷീ ലൈക്സ് കോഫി ബട്ട് നോട്ട് ടീ. അവൾക്ക് കോഫി ഇഷ്ടമാണ്, പക്ഷെ ടീ ഇഷ്ടമല്ല. Interjunctions. Interjunctions are words or phrases that express strong emotions or sudden feelings. Interjunction എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേർഡ്സും ഫ്രേസസ് ഒക്കെയാണ്. അതായത് നമ്മുടെ സ്ട്രോങ് ഇമോഷൻസ്, സഡൻ ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സ്. ഫോർ എക്സാമ്പിൾ ഓ, oops and wow. Wow, that's amazing. Oops, I made a mistake. Here are some simple sentence structures. ഒന്നാമത്തെ സ്ട്രക്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റ് പ്ലസ് വെർബ്. അങ്ങനെ മാത്രം നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. എക്സാമ്പിൾ ഷീ റൺസ്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ്, വെർബ് പ്ലസ് നൗൺ, അങ്ങനെ നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഹി ഈസ് എ ടീച്ചർ. എല്ലാ ഒബ്ജക്ട്സും നൗൺസ് അല്ലെങ്കിൽ പ്രൊനൗൺസ് ആണ്. പക്ഷെ എല്ലാ നൗൺസും ഒബ്ജക്റ്റ് അല്ല. നൗൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നെയിമിംഗ് വേർഡ് മാത്രമാണ്.
സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് അങ്ങനെയും നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഹി ഈറ്റ്സ് ആൻ ആപ്പിൾ. നെക്സ്റ്റ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് അഡ്ജക്റ്റീവ് അങ്ങനെയും നമുക്ക് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ദ കാറ്റ് ഈസ് സ്ലീപ്പിംഗ്. സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് പ്രപ്പോസിഷണൽ ഫ്രേസ്, അതായത് പ്രപ്പോസിഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യില്ലേ. ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ. ബുക്ക് ടേബിളിന് മുകളിലാണ്. ഇനി അത് കൂടാണ്ട് പല രീതിയിലും നമുക്ക് സെന്റൻസസ് ഫോം ചെയ്യാം. നൗൺ പ്ലസ് വെർബ് പ്ലസ് അഡ്ജക്റ്റീവ്, സബ്ജക്റ്റ് പ്ലസ് ഓക്സിലറി വെർബ് പ്ലസ് മെയിൻ വെർബ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ആഡ്വർബ്, സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് നൗൺ പ്ലസ് പ്രപ്പോസിഷൻ പ്ലസ് നൗൺ. അങ്ങനെ നമുക്ക് നമ്മുടേതായ രീതിക്കനുസരിച്ച് കുറേയേറെ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാം. മെത്തേഡൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.